മുറിക്കുണ്ടെന്ന് കല്ലുകൾ. പക്ഷെ ഇപ്പൊ നാട്ടിലെ തേക്കിലുണ്ടാക്കി എന്താ പദം. ഭാഗങ്ങൾ കുറെ ഭാഗങ്ങൾ അവിടെ സൂക്കായിരുന്നു കച്ചവടം ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ഒരു അന്നത്തെ കാലത്ത് ആട് കോഴി കാരക്കാവ് ഗോതമ്പ് ഞാൻ വന്നിട്ട് 33 വർഷമായി. അതിന്റെ എത്രയോ വർഷം ഇതൊന്ന് പൊടിച്ച് ഓടിച്ചാൽ വരെ കഴിയാത്ത പോലെ. ഇതൊക്കെ അക്കാലത്ത് കൈതപ്പുറത്തും പിന്നെ തോളിലും തലയിലൊക്കെ വെച്ചുകൊണ്ടുവന്ന കല്ല്, ആ മലകളിൽ നിന്ന് പൊട്ടിക്കൊണ്ടുവന്ന കല്ലുകൾ ആണ്ടാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഇട്ടത്. ഇതിലിപ്പോൾ ഒരു 300-400 വർഷത്തിനൊക്കെ മേലായി കാണും. ഇതിലേക്ക് ഇത് പിടിച്ച് അളക്കാൻ വരെ കഴിയൂല. ഉണ്ടോ? ഒന്ന് ഇളക്കി നോക്കിയാൽ അനങ്ങൂല. ഒക്കെ വീടുകൾ, പഴയകാലത്തെ വീടുകൾ, അവർ താമസിക്കുന്ന വീട്, ജനാല, ഈത്തപ്പൻ്റെ അതിൻ്റെ വീമ് ഈത്തപ്പനാണ് അവരുടെ ഡോറ്. ഇപ്പൊ നാട്ടിലെ തേക്കിലുണ്ടാക്കിയൊരു 10-15 വർഷം ജീവിച്ചിന് ഇങ്ങനത്തെ ഓരോ വീട്ടിലേന് അന്ന് ഉപയോഗിച്ചിന് ഈത്തപ്പന തണ്ടക്കണത്. അതിൻ്റെ പിന്നെ ഡോറുകൾ, ഓരോ റൂമും കാര്യങ്ങളൊക്കെയാണ്. അന്നത്തെ ആളുകളൊക്കെ ജീവിച്ചൊരവസ്ഥ ചെറിയത് ഇതൊക്കെ മണ്ണാണ്. അതിനാൽ ഇതൊക്കെ ഈത്തപ്പനത്തിൻ്റെ നമ്മൾ തണ്ട് ഉപയോഗിച്ച് ഈത്തപ്പന ഉപയോഗിച്ചത് ഇതുണ്ടാക്കിയതൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. മരവും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. എന്താ മറ്റു മനുഷ്യന്നില്ല. അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ച ഗുരുനാഥന്റെ കാലത്ത് ഇങ്ങനത്തെ ഓരോ പള്ളികൾ ഉണ്ടാക്കി നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കേട്ടിരുന്നു. സംഭവം അത് സത്യമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്താണെന്നൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കി ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം. അത് അതിലാണ് അത്ഭുതം നമുക്ക്. ഈ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ഈ സംഗതി ഇവിടെ നല്ല നിൽക്കുകയാണ്. നേരെ മറിച്ച് ഒരു 10-30 വർഷമൊക്കെ ആ ഇരുമ്പ് പൊട്ടിച്ച് 3 വർഷം മഴ വെയിൽ കൊണ്ടുവന്ന് തുരുപിടിച്ചു വിടും. ഒന്നുമല്ല, അതൊക്കെ റൂമുകളാണ്. ഇതൊന്നും പൊളിച്ച് മാറ്റിയിട്ടില്ല. ഇതൊന്നും ഇതുവരെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ.